നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഹാലൻഡ് കുറിക്കുന്നത് ചരിത്രമാണ്. വിശ്വസിച്ചേ പറ്റൂ. അവൻ ഇന്നേ വരെ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വേൾഡ് കപ്പിൽ എംബാപ്പയും മെസ്സിയും ഗോളടിക്കുന്നുണ്ട്, ഒപ്പം അവനും പിടിച്ചിട്ടുണ്ട്. ഒരു കളി അവൻ കളിച്ചിട്ടില്ല നോക്കണം. ഗ്രൂപ്പ് സ്റ്റേജിൽ ഫ്രാൻസിനെതിരെയുള്ള കളി അവന് വിശ്രമം കൊടുത്തിരുന്നു കോച്ച്. ഇപ്പോൾ ബ്രസീലിനെ തീർത്ത 2 ഗോളുകളോടുകൂടി 54 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 62 ഗോളുകളാണ് അവനുള്ളത്. ആർക്കുണ്ട് ഇങ്ങനെ ഒരു റെക്കോർഡ്? ഫുട്ബോൾ ചരിത്രത്തിൽ ആർക്കുമില്ല. 50-ലധികം ഗോളുകൾ നേടിയ ഒരാൾ കുറഞ്ഞ കളികളിൽ നിന്ന് അത് നേടിയിട്ടുണ്ടെങ്കിൽ ആരും ഇല്ല എന്നുള്ളതാണ്. അതാണ് അവൻ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ കളിയിൽ തന്നെ 2 ഗോള്, 4 ഷോട്ട് തീർത്തു, 3 ഓൺ ടാർഗറ്റ്, 2 കീ പാസുകൾ, 4 ഏരിയൽ ഡ്യൂവൽസ്, 4 വിൻ ചെയ്തു. അവൻ്റെ ഹൈറ്റൊക്കെ നല്ല രൂപത്തിൽ അവൻ ഉപയോഗപ്പെടുത്തുന്നു. 3 ഡിഫൻസീവ് ആക്ഷൻസ്. നോക്കണം, അവൻ ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് കളിക്കുന്നത്. അതിൽ അവൻ 3 ബ്രേസുകൾ, ഓൾറെഡി 3 ബ്രേസുകൾ, പിന്നെ ഒരു ഗോളും, അങ്ങനെ 7 ഗോൾ. എത്ര കളിയുന്ന? 4 കളിയുന്ന. ഇതുപോലൊരു പെർഫോമൻസ് വേൾഡ് കപ്പിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. ഇത് നോക്കണം, ഈ വേൾഡ് കപ്പിൽ മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 താരങ്ങൾ 7 ഗോളുകളെങ്കിലും അടിക്കുന്നത്. ലിയോ മെസ്സിക്ക് 7 ഗോളുണ്ട്, കിലിയൻ എംബാപ്പയ്ക്ക് 7 ഗോളുണ്ട്, എർലിംഗ് ഹാലൻഡിന് 7 ഗോളുകളുണ്ട്. ഇത് പുത്തൻ ചരിത്രമാണ്. ഇനിയും ഇവരിൽ നിന്ന് ഗോളുകൾ പ്രതീക്ഷിക്കുന്നു. ഇവർക്കൊക്കെ ഇനിയും കളികളുണ്ട് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഹാലൻഡിൻ്റെ ചിറകിലേറിയാണ് നോർവേ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടി ഞാൻ പറഞ്ഞുതരാം. 2023 ശേഷം എപ്പോഴൊക്കെ നോർവേ ജയിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഹാലൻഡ് ഗോൾ അടിച്ചിട്ടുണ്ട്. ഹാലൻഡ് ഗോളടിക്കാതിരുന്ന അല്ലെങ്കിൽ ഹാലൻഡ് കളിക്കാതിരുന്ന മത്സരങ്ങൾ എന്ത് സംഭവിച്ചു? ഒന്നുകിൽ സമനില, അല്ലെങ്കിൽ ടീം തോറ്റിട്ടുമുണ്ട്. അതാണ് ഹാലൻഡ് ഒറ്റയ്ക്ക് ഈ ടീമിനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഹാലൻഡ് ഗോളടിക്കാതെ അവരുടെ ടീം ജയിക്കുന്നത് 2023 നവംബർ 16 ഫെറോ ഐലൻഡ്സിനെതിരെയാണ്. അന്ന് 2-0 ടീം വിജയിച്ച മത്സരം. ഹാലൻഡ് ബെഞ്ചിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങി, അന്ന് ഗോളടിച്ചില്ല, പക്ഷേ ടീം ജയിച്ചു. അതിനുശേഷം എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ടീം വിജയിക്കണമെങ്കിൽ അദ്ദേഹം ഗോളടിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്കോർ ചെയ്യാത്ത മത്സരങ്ങളിൽ ടീം സമനിലയാവുകയോ തോൽക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 4 കളി സമനിലയായി, 2 കളി തോറ്റു. ഇപ്പോൾ ഈ വേൾഡ് കപ്പ് തന്നെ നോക്കുക. ഇറാഖിനെതിരെ, സെനഗലിനെതിരെ, ഐവറി കോസ്റ്റിനെതിരെ, ബ്രസീലിനെതിരെ അവൻ്റെ വക ഗോളുകളുണ്ടായി. ടീം വിജയിച്ചു. അവൻ കളിക്കാതിരുന്ന മത്സരം ഫ്രാൻസിനെതിരെ 4-1 ടീം പൊട്ടി. ഇനി ഒഫീഷ്യൽ മത്സരങ്ങൾ നോക്കുക. ഹാലൻഡ് തുടർച്ചയായി 14ാമത്തെ മത്സരത്തിലാണ് നോർവേക്ക് വേണ്ടി ഗോളടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു പീരീഡിൽ, ഈ 14 കളികളുടെ ഈ പീരീഡ് ഉണ്ടല്ലോ, അത്രയും കളിയിൽ നിന്ന് അദ്ദേഹം 26 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അവൻ്റെ 17 ഗെയിമുകൾ, ലാസ്റ്റ് 17 ഗെയിമുകളിൽ ഹാലൻഡ് സ്കോർ ചെയ്തിട്ടുണ്ട്. അവരുടെ ടീം വിജയിച്ച് കയറിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് വേൾഡ് കപ്പിലോ അന്താരാഷ്ട്ര ഫുട്ബോളിലോ കാണാത്തൊരു കാര്യമാണ്, കണക്കാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ചരിത്രത്തിലേക്കുള്ള പോക്കാണ്. ആബ്സല്യൂട്ട്ലി മോൺസ്റ്റർ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.